ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എക്സസൈസ് തുടരുകയാണ് ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മൾ ഇങ്ങനെ താഴെ കൊടുത്ത ഉദാഹരണം പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അത് ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത അതിൽ മുലാഫിലെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നോക്കൂ. പുസ്തകത്തിൻ്റെതാണ് ചിത്രം. അപ്പോൾ ചോദ്യം എന്താ? കിതാബു മൻ ഹാദ. കിതാബു മൻ ഹാദ. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മൻ എന്ന് പറഞ്ഞാൽ ആര്, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം. അപ്പോൾ ഇത് ആരുടെ പുസ്തകം? അപ്പോൾ ആരുടെ പുസ്തകം എന്ന് കിട്ടണമെങ്കിൽ കിതാബു മൻ ഉടെ. അപ്പോൾ മുലാഫിലെ. ഓക്കെ, കിതാബു മുലാഫ്, മൻ മുലാഫിലെ മജ്റൂർ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം ഇത് ചോദ്യമാണ്. ചോദ്യം നമ്മൾ പിന്നെ പഠിക്കുന്നതാണ് പറഞ്ഞത് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഇവിടെ കിതാബിന് എന്തില്ല? അലിഫ്ലാമില്ല, തൻവീനില്ല. അപ്പോൾ കിതാബ് എന്താണ്? മുലാഫാണ്. അപ്പോൾ മുലാഫിന് ശേഷം വരുന്ന മൻ എന്താണ്? മുലാഫിലെ മജ്റൂർ. പക്ഷെ അത് സുക്കൂനാണ്. അപ്പോൾ എന്താ? മബനിയാണ്. മൻ നമുക്കറിയാം മബനിയാണ്, നമ്മൾ തുടക്കത്തിൽ പഠിച്ചതാണ്. ഇസ്മാണ്, മബനിയാണ്, സുക്കൂനിന്മേൽ മബനിയാണ്. പക്ഷേ ഇവിടെ മൻ എന്തായിട്ടാണ് വരുന്നത്? മുലാഫിലെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മളെ മനസ്സിലുണ്ടാണെന്ത്? അത് മജ്റൂറാണ്, കസറത്താണ്. അത് കസറത്താണ്, മജ്റൂറാണ്. കാരണം ഇത് മുലാഫ് ഇലൈഹിയാണ്. ഹാദ മുബ്തദൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ നമുക്കറിയാം ഹാദ അതിൻ്റെ അവസാനത്തെ അലിഫിൻ്റെ മുകളിൽ സുക്കൂനാണ്, നമ്മൾ പഠിച്ചതാണ്. മബനിയുനല്ല സുക്കൂൻ. പക്ഷെ അത് മുബ്തദൻ്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് അത് മർഫു ആണ്, അങ്ങനെ നമ്മൾ പഠിച്ചത്. അതേപോലെ ഇത് മന്ന് ഇവിടെ മുലാഫിലൈൻ്റെ സ്ഥാനത്ത് വരുന്നതുകൊണ്ട് എന്താണ്? മജ്റൂറാണ്. അപ്പോൾ മബനികൾക്ക് സ്വന്തമായ അടയാളം ഉണ്ടാവില്ല, അത് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ സ്ഥിരമായിരിക്കും. അപ്പോൾ ഇവിടെ സുക്കൂനിന്മേലാണ് സ്ഥിരം. മൻ നൂനിൻ്റെ മുകളിൽ സുക്കൂനാണ്. അപ്പോൾ പക്ഷേ ഇത് മുലാഫിലൈൻ്റെ സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ അതെന്താണ്? മജ്റൂറാണ്. കാരണം മുലാഫിലെ നമുക്കറിയാം എപ്പോഴും മജ്റൂറാണ്. അപ്പോൾ അടുത്ത് നോക്കൂ, പേനയുടെ ചിത്രമാണ്. അപ്പോൾ കലമു മൻ ഹാദ, ഇതാരുടെ പേനയാണ്? അപ്പോൾ കലമു മൻ, ആരുടെ പേന, അതാണ് മുലാഫിലെ. അടുത്ത ചിത്രം നോക്കൂ. രണ്ട് ചിത്രങ്ങൾ ഉണ്ട്. ഒന്ന് കമീസാണ്. അപ്പോൾ കമീസു മൻ ഹാദ. മറ്റേത് വീടാണ്. അപ്പോൾ ബൈത്തു മൻ ഹാദ. അവസാനത്തത് കട്ടിലാണ്. അപ്പോൾ സരീറു മൻ ഹാദ. അടുത്തത് ഹംസത്തുൽ വസ്ൽ പഠിപ്പിക്കുകയാണ്. അടുത്ത എക്സസൈസ്. ഇസ്മുനാണ് ഒരു ഉദാഹരണം കൊടുത്തത്, മറ്റൊരു ഉദാഹരണം ഇബ്നുൻ. അപ്പോൾ ഇസ്മുൻ്റെ ആദ്യത്തെ അക്ഷരം അലിഫാണ്. അപ്പോൾ ഹംസത്തുൽ വസ്ൽ. അപ്പോൾ നടുക്ക് വന്നാൽ, അല്ലെങ്കിൽ ഇസ്മിന് മുമ്പുള്ള ഒരു കലിമ ഉണ്ടെങ്കിൽ അത് ഉച്ചരിക്കില്ല, നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഇബ്നുനും തുടക്കത്തിൽ വന്നാൽ അലിഫ് ഉച്ചരിക്കും, മറ്റൊരു കലിമക്ക് ശേഷം വന്നാൽ അഥവാ നടുക്ക് വന്നാൽ അത് ആ ഇബ്നുൻ്റെ അലിഫ് ഉച്ചരിക്കില്ല. അപ്പോൾ ഇസ്മുൻ നോക്കാം. ഇസ്മുൽ വലദി മുഹമ്മദുൻ. കുട്ടിയുടെ പേര്, ആൺകുട്ടിയുടെ പേര് മുഹമ്മദാണ്. വസ്മുൽ ബിൻതി സൈനബു. പെൺകുട്ടിയുടെ പേര് സൈനബും ആണ്. അപ്പോൾ തുടക്കത്തിൽ ഇസ്മ വന്നപ്പോൾ നമ്മൾ അലിഫ് ഉച്ചരിച്ചു, ഇസ്മുൽ വലദി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഇസ്മ വന്നപ്പോൾ നമ്മൾ ഉച്ചരിച്ചില്ല, വസ്മുൽ ബിൻതി അങ്ങനെ പറഞ്ഞു. വ ഇസ്മുൽ ബിൻതി എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഇവിടെ അലിഫ് ഒരു കലിമക്ക് ശേഷം, വാവിന് ശേഷമാണ് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഖുർആൻ ആയത്ത്, പ്രത്യേകിച്ച് ഫാത്തിഹ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇസ്മുൽ വലദി, ഇസ്മ മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ. ഹാമിദുൻ ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ആദ്യത്തെ സെൻറ്റൻസ് ഇസ്മുൽ വലദി മുഹമ്മദുൻ. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ വലദി മുലാഫിലെ മജ്റൂർ.
മുഹമ്മദുൻ ഖബർ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. വാ ഹർഫു അത്തഫ് ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ ബിൻതി മുലാഫിലെ മജ്റൂർ സൈനബു ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറ. രണ്ടാമത്തെ നോക്കൂ, ഇസ്മുൽ മുദർരിസി ഹാമിദുൻ, അധ്യാപകൻ്റെ പേര് ഹാമിദാണ്. മസ്മുൽ മുദീരി, മാനേജറിൻ്റെ പേരെന്താണ്? മാനേജറുടെ പേരെന്താണ്? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഇസ്മു തുടക്കത്തിൽ വന്നപ്പോൾ നമ്മൾ അലിഫ് ഉച്ചരിച്ചു, ഇസ്മുൽ മുദർരിസി അലിഫ് ഉച്ചരിച്ചു. രണ്ടാമത്തേൽ മാക്ക് ശേഷമാണ് ഇസ്മു വന്നത്, അപ്പോൾ അലിഫ് ഉച്ചരിക്കുന്നില്ല. മസ്മുൽ മുദീറു, മാനേജറുടെ പേര് എന്താണ്? അപ്പോൾ ഇസ്മുൽ മുദർരിസി ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ ഹാമിദുൻ ഖബറുൻ മർഫൂൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യനാണ്, ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല. ഇനി ഇബ്നു നോക്കാം. ഇബ്നു ഖാലിദിൻ ഫിൽ മദ്രസത്തി വ ഇബ്നു ഹാമിദിൻ ഫിൽ ജാമിയത്തി. ഖാലിദിൻ്റെ മകൻ മദ്രസയിലാണ്, ഹാമിദിൻ്റെ മകൻ യൂണിവേഴ്സിറ്റിയിലുമാണ്. വാ വന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഒന്ന് വരണം ആൻഡ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഇബ്നു അലിഫ് ഉച്ചരിക്കുന്നുണ്ട്, രണ്ടാമത്തെ ഒരു വാക്ക് ശേഷം വന്നു, അപ്പോൾ അലിഫ് ഉച്ചരിക്കുന്നില്ല. വ ഇബ്നു ഹാമിദിൻ. അപ്പോൾ ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഖാലിദിൻ മുലാഫിലെ മജ്റൂർ ഫി ഹർഫുജർ അൽ മദ്രസത്തി ഇസ്മു മജ്റൂർ. ഹർഫുജറിന് ശേഷം ഇസ്മു മജ്റൂർ ആയിരിക്കും. അപ്പോൾ അതാണ് ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബർ, രണ്ടാമത്തെ ടൈപ്പ് ഖബർ. വബനു, അപ്പോൾ വബനു എന്ന് പറയുമ്പോൾ നമ്മൾ അലിഫ് ഉച്ചരിക്കില്ല. ഒറ്റക്ക് പറയുമ്പോഴോ ഇബ്നു മുബ്തദഉൻ മർഫൂൻ അലിഫ് ഉച്ചരിക്കും. ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് ഹാമിദിൻ മുലാഫിലെ മജ്റൂർ ഫി ഹർഫുജർ അൽ ജാമിയത്തി ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബർ. അപ്പോൾ ഷിബു ജുംല ഖബറായിട്ട് വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഉദാഹരണമായ ഖബർ. അടുത്തത് നോക്കൂ, ഇബ്നുൽ മുദർരിസി ഫിൽ ഫസ്ലി. പിന്നെ അടുത്തത് ക്വസ്റ്റ്യനാണ്, ഐൻ ഇബ്നുൽ മുദീറു, മാനേജറുടെ മകൻ എവിടെ? ഇബ്നുൽ മുദർരിസി അധ്യാപകൻ്റെ മകൻ ഫിൽ ഫസ്ലി ക്ലാസ് റൂമിലാണ്. ഫസ്ൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം. അപ്പോൾ ഇബ്നു മുബ്തദഉൻ മർഫൂൻ അൽ മുദർരിസി, ഇബ്നു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ് അൽ മുദർരിസി മുലാഫിലെ മജ്റൂർ ഫി ഹർഫുജർ അൽ ഫസ്ലി ഇസ്മു മജ്റൂർ ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഷിബു ജുംല, ജാറുമ മജ്റൂർ ഷിബു ജുംല ഖബറായിട്ട് വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അടുത്ത സെൻറ്റൻസ് ക്വസ്റ്റ്യനാണ്, ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇബ്നു ഒരു കലിമക്ക് ശേഷമാണ് വരുന്നത്, നടുക്കാണ് വരുന്നത് വാക്യത്തിൻ്റെ. അപ്പോൾ അലിഫ് ഉച്ചരിക്കൂല ഇബ്നുൻ്റെ. അപ്പോൾ എങ്ങനെ പറയാം? ഐന ഇബ്നുൽ മുദീരി, ഐന ഇബ്നുൽ മുദീരിന്ന് അലിഫ് ഉച്ചരിക്കൂല. ഐന ഇബ്നുൽ മുദീറു. ബാറകല്ലാഹു ഫീക്.